Dear friends, എല്ലാവർക്കും റെയിൻബോ ഫാമിലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് കൊണ്ടുള്ള ഈവനിംഗ് സ്നാക്ക് ആണ്. ബ്രെഡ് മഞ്ചൂരിയൻ. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണിത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡിലുള്ള ക്രസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 4 ടീസ്പൂൺ മൈദാമാവ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും. ഇത് ഇത്രയും ബ്രെഡ് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി മഞ്ചൂരിയൻ മിക്സിന് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഓരോ ടീസ്പൂൺ വീതം, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിന് എണ്ണയും. അപ്പോൾ നമുക്കിനി ഇത് പ്രിപ്പയർ ചെയ്യാം. ഇതിനാദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദാമാവും കോൺഫ്ലോറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റ് ഉണ്ടാക്കാം. ഇതിലേക്ക് ബ്രെഡ് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് തയ്യാറാക്കാൻ. ഇനി ബ്രെഡ് ഇതിലേക്ക് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ഇതിലേക്ക് ഒരുപാട് നേരം മുക്കി ഇടരുത്. മുക്കി ഉടനെ എടുത്ത് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ബ്രെഡ് പീസസ് എടുത്ത് ഈ മാവിൽ മുക്കി ഇതിലേക്ക് ഇടാം. ഇനി ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ ബ്രെഡ് പീസസ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇതൊരു കണ്ടോ, ഇത് നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മഞ്ചൂരിയൻ മിക്സ് ഉണ്ടാക്കി അതിലേക്ക് ഇടാം. ബ്രെഡ് ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് നമ്മളിപ്പോൾ മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ അത് മാത്രം മതി ഇതിലേക്കിപ്പോൾ. ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൽ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട്. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതേ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇതിലെ ഇഞ്ചിയൊക്കെ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സോസൊക്കെ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ്, സോയ സോസ്, പിന്നെ വിനാഗിരി. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പിടുക. വീണ്ടും 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇടാം. നമുക്ക് ബ്രെഡ് പീസസ് ഇടാം.
ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് എസൻസിന് വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് മല്ലിയില ഇടാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു ക്രിസ്പിനെസ് ഉള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ പുതിയ റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.